അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പൊട്ടിക്കരയുകയാണ്. ഒരു രക്ഷയില്ല. അയ്യോ, എൻ്റെ കാല് പോയേ, എനിക്ക് ഈ വേദന താങ്ങാൻ പറ്റുന്നില്ലേ, ഞാനിപ്പം മരിച്ചു പോവുമേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പൊട്ടിക്കരയുകയാണ്. നമ്മുടെ ചന്ദ്രമതിയുടെ 4 ചുറ്റും മക്കളും എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പായിട്ട് ഇപ്പം തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ ദാസ്. പുള്ളിക്കാരൻ ശ്രുതിയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതി മുറിയിലിരുന്ന് ഭയങ്കര കരച്ചിൽ, ഒരു രക്ഷയില്ല. കാലൊക്കെ ഇങ്ങനെ കട്ടിലിൻ്റെ സെരിയിലിരുന്നിട്ട് കട്ടിലിൻ്റെ മണ്ടയിലോട്ട് കാലിങ്ങനെ നീട്ടി വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ചമ്മ നമ്മുടെ ചന്ദ്രമതിയുടെ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. സുധി ഓടി വരികയാണ് കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ എല്ലാവരും, രേവതിയും സച്ചിയും എല്ലാവരും അമ്മാതിരി കരച്ചിലാണ് നമ്മുടെ ചന്ദ്രമതി. അയ്യോ, എൻ്റെ കാല് പോയേ, എനിക്കിനി സഹിക്കാൻ വയ്യേ, എനിക്ക് ഈ വേദന താങ്ങാനേ പറ്റുന്നില്ലേ, ഈശ്വരാ, എന്നെ അവൾ മനഃപൂർവ്വം തള്ളിയിട്ടതാണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രമതി കരയുന്നത്. അപ്പോൾ സത്യത്തിൽ രേവതിക്ക് നല്ല സങ്കടം തോന്നുവാണ്. അപ്പോൾ രേവതി പറയണം, അമ്മയ്ക്ക് നല്ല വേദനയുണ്ടോ, ഒന്ന് മാറിപ്പോടി നിന്റെ പാട്ടിന്, നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, നീ എന്തിനാ അവിടെ വെള്ളം കൊണ്ടൊഴിച്ചത്, മനഃപൂർവ്വം അല്ലേടി നീ ഇത് ചെയ്തത്, എന്നെ തട്ടി താഴെ ഇടാൻ വേണ്ടിയിട്ടല്ലേടി നീ ഇത് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് സങ്കടം വരികയാണ്. രേവതി പെട്ടെന്ന് പോയിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയണം, അമ്മേ, ഞാൻ ഈ കാലിൽ ഇത്തിരി ആവി വെച്ചിരട്ടെ, അപ്പോൾ വേദന കുറച്ച് ശമനം കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നിൻ്റെ ഒരു ആവി, അത് കൊണ്ടുവന്ന് എൻ്റെ മറ്റേ കാലിൽ കൂടെ ഒഴിക്കടി, അപ്പോൾ എൻ്റെ 2 കാലും ഞാനിവിടെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോൾ നിനക്കത് കാണാൻ നല്ലൊരു സന്തോഷം തോന്നും, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, പൊയ്ക്കോണോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുകയാണ്, നീ എന്തിനാടി ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവരതേ പറയൂ, നിനക്കറിഞ്ഞൂടെ, ഇവളുണ്ടല്ലോ അത് രാവിലെ എഴുന്നേറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തി ഇവരുടെ കാല് പെട്ടെന്ന് സുഖാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്ന ഇവളടുത്താണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് സച്ചി. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണേ, കേട്ടില്ലേ ചന്ദ്രേ, എത്ര നല്ല മനസ്സാണ് നമ്മുടെ മരുമോളുടേത്, എന്നിട്ട് നീ മോളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, അവള് ക്ഷേത്രത്തിൽ പോയി എന്നുള്ളത് ഉള്ളതായിരിക്കും, വഴിപാട് നടത്തി എന്നുള്ളതും ഉള്ളതായിരിക്കും, അതെ, എൻ്റെ കാല് പെട്ടെന്ന് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഇവൾക്ക് എൻ്റെ 2 കാലും തളർന്ന് ഞാനിങ്ങനെ പണ്ടാറടങ്ങിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയണേ, കേട്ടില്ലേടി, നിനക്ക് കേട്ടില്ലേ, തൃപ്തിയായല്ലോ, ഇതൊക്കെ ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി പറയുകയാണ്, അല്ലെങ്കിലും ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും ഇവർക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു നന്ദിയോ സ്നേഹമോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഉച്ചത്തിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, കരയും പിഴിയുകയും ഒക്കെ ചെയ്യുകയാണ്. രേവതിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രേവതി അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അതേസമയത്ത് നമ്മുടെ സുധി വരികയാണ്, പുറത്തുനിന്ന് വരികയാണ് നമ്മുടെ സുധി. എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നത്, സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ആദ്യമേ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സുധിയും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, സുധി അവിടെ ഇല്ലായിരുന്നു. സുധി പുറത്തുനിന്ന് വരികയാണ്, അതെൻ്റെ മിസ്റ്റേക്കാട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധി വരികയാണ്. സുധി വന്നിട്ട് പറയുകയാണ്, എല്ലാവരും ഒന്ന് അങ്ങോട്ട് മാറി നിന്നേ, എന്തിനാ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. എന്നിട്ട് സുധി വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, അതെടുക്കുകയാണ്. എന്നിട്ട് പറയണം, അമ്മേ, ദേ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാനാ പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ടായിരുന്നോ ഏട്ടൻ രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, കണ്ടില്ലേ, ഇതിന് പോലും അവൻ കാശിന് ഇരക്കുക ചെയ്യുന്നത്, എടാ നിനക്ക് നാണമില്ലേടാ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ടതിന് പകരം അന്യൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി പെറ്റ തള്ളയ്ക്ക് വാക്കിംഗ് സ്റ്റിക്ക് മേടിക്കാൻ പോലും നിവർത്തിയില്ലത്ത നിനക്ക് പോയി തൂങ്ങിച്ചത്തൂടെ, നാണമില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കളിയാക്കുകയാണ് നമ്മുടെ സുധിയെ. അപ്പോൾ സുധി പറയണേ, നീ എന്നെ വെറുതെ ആവശ്യമില്ലാതെ കളിയാക്കാൻ നിൽക്കണ്ട,
എന്താടാ കളിയാക്കിയ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി പറയുകയാണ്, ഹോ അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ, അമ്മയ്ക്ക് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയോട് പറയുകയാണ്, അമ്മേ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിരാവിലെ പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, എന്തിനാടാ സുധി ഇതും കുത്തിപ്പിടിച്ച് നടക്കാൻ ഞാനെന്താ എൻ്റെ 2 കാലും എന്താ തളർന്ന് കിടക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയണം, അമ്മേ അതല്ലമ്മേ, ഇത് കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആരെയും ആശ്രയിക്കേണ്ട, അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും സ്വന്തമായിട്ട് എഴുന്നേറ്റ് പോവാം. അമ്മ ഒന്ന് എഴുന്നേൽക്ക് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വാക്ക് സ്റ്റിക്ക് 2 കയ്യിലായിട്ട് കൊടുക്കുകയാണ് ചന്ദ്രമതി ഇരുത്. എന്നിട്ട് നമ്മുടെ ഒരു കയ്യിൽ നമ്മുടെ സുധിയും ശ്രീകാന്തും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ താങ്ങിയെടുക്കുകയാണ്. ചന്ദ്രമതി അമ്പോ നിലവിളിയാണ്, ഒരു രക്ഷയില്ല, എൻ്റെ കാല് വേദനിക്കുന്നു, എനിക്കിത് കുത്തി നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നിലവിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, അമ്മയ്ക്ക് കാലിന് തീരെ വയ്യെങ്കിൽ നിങ്ങളിപ്പോൾ അവളെ നടത്തണ്ട, എൻ്റെ ചന്ദ്രയെ നിനക്കിപ്പോൾ തന്നെ നടക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം, നീ ഇവിടെ എങ്ങാനും ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അവിടെ വീണ്ടും കസേര അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. കാല് പൊക്കിയെടുത്ത് കട്ടിൻ്റെ മണ്ടയിൽ വയ്ക്കുകയാണ്. ചന്ദ്രമതി വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കലാവതിയമ്മ പറയണം, നിന്റെ കാലിന് ഇത്രയ്ക്ക് വേദന ഉണ്ടെങ്കിൽ നിനക്കിങ്ങനെ എണീച്ചിരിക്കണമെന്ന് എന്താ ചന്ദ്ര ഇത്ര നിർബന്ധം, നിനക്ക് ആ കട്ടിലോട്ട് കയറി ഒന്ന് കിടന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സച്ചി പറയുകയാണ്, ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവരുടെ കാലിൻ്റെ രീതി കണ്ടിട്ട് ഒരു 6 മാസം എങ്ങനെയായാലും എടുക്കും ഇവരൊന്ന് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇവൻ്റെ കല്യാണത്തിന് ഇവരെങ്ങനെ പോവുക, അപ്പോൾ എന്താ കല്യാണം മാറ്റി വയ്ക്കാം, ഒരു 6 മാസത്തിന് ശേഷം മതി കല്യാണം, സച്ചി പറയാം കേട്ടോ. അപ്പോൾ ഉടനെ നമ്മുടെ സുധി പറയാണ്, 6 മാസവും അതൊന്നും ശരിയാവില്ല, കല്യാണം 6 മാസം ഒന്നും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിപ്പോൾ തന്നെ എല്ലാവരെയും കല്യാണം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്തൊക്കെ വന്നാലും കല്യാണം മാറ്റി വയ്ക്കുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ സുധി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയെ നമ്മുടെ രവീന്ദ്രൻ അന്നേരം കേട്ടില്ലേ എന്നുള്ള രീതിയിൽ അച്ചമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്. അച്ചമ്മ അപ്പോഴാണെങ്കിൽ അച്ചമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അതേസമയം സച്ചി പറയാണ്, കേട്ടില്ലേ എല്ലാവരും കേട്ടില്ലേ, ഇവരുടെ പൊന്നോമന പുത്രൻ്റെ വായിന്ന് വീണ വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ, ഇവന് കല്യാണമാണ് മുഖ്യം, അല്ലാതെ അമ്മയൊന്നും അവനൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, അല്ലെങ്കിൽ തന്നെ 6 മാസത്തേക്ക് എന്തിനാ കല്യാണം മാറ്റി വയ്ക്കുന്നത്, അപ്പോഴത്തേക്കൊക്കെ എൻ്റെ കാലിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, എൻ്റെ കാല് പെട്ടെന്ന് തന്നെ സുഖമാവും എന്നിങ്ങനെ പറയുകയാണ്. ആ സുഖമാവും, ഒരു കാര്യം ചെയ്യും, ഓക്കി സ്റ്റിക്ക് പുന്നാരമോ വാങ്ങിച്ചു തന്നില്ലേ, അതും കുത്തിപ്പിടിച്ച് കല്യാണത്തിന് വന്നാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുധി പറയുകയാണ്, കല്യാണത്തിനൊക്കെ ആകുമ്പോൾ അമ്മയുടെ കാല് ശരിയാവും, ഇനി അഥവാ കാല് ശരിയായില്ലെങ്കിൽ അമ്മ ഈ വാക്കിംഗ് സ്റ്റിക്ക് കുത്തിപ്പിടിച്ച് അമ്മ വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി പറയണേ, എടാ വാക്കിംഗ് സ്റ്റിക്കും കുത്തിപ്പിടിച്ച് അമ്മ കല്യാണത്തിന് വരുന്നത് ബോറല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ ആരെന്നെങ്കിലും ഇരുന്നിട്ട് ഇവർക്കൊരു വീൽ ചെയർ വാങ്ങിച്ച് കൊടുക്കുക, അതാകുമ്പോൾ ഉരുട്ടി വരാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയും മക്കളും കൂടി തമ്മിൽ അങ്ങനെ തർക്കം തുടരുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്, സച്ചിയോട് പറയുകയാണ്, നിങ്ങളിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ഓരോ കൊനസ്റ്റ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ നമ്മുടെ രേവതിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ്, അതോടൊപ്പം നമ്മുടെ സുധി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ഒടുവിൽ അവിടെ നമ്മുടെ ചന്ദ്രയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും മാത്രമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയോട് പറയണേ, ചന്ദ്രേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ചിലതൊക്കെ. അപ്പോൾ ഉടനെ ചന്ദ്ര വയ്ക്കണേ, എന്ത് അല്ല ചന്ദ്രേ, ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയെന്ന്, ഇപ്പം നിനക്ക് പിടിയിട്ട് കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ രേവതി നേരെ നമ്മുടെ അച്ചമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അച്ചമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ചമ്മ എനിക്കെന്തോ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, നല്ല വിഷമം തോന്നുന്നുണ്ട്. ഏയ് അതൊക്കെ മാറിക്കോളും മോളെ, ചന്ദ്ര പിന്നെ ഒട്ടും വേദന സഹിക്കില്ല, അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ. അല്ല അച്ചമ്മേ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സമാധാനമായിട്ടിരിക്കുന്നത്. ഉടനെ സച്ചി എന്നിട്ട് പറയണം, ഓഹോ അവളുടെ സങ്കടം കണ്ടില്ലേ, പൊന്നാര അമ്മായിയമ്മ കരഞ്ഞപ്പോഴത്തേക്ക് ഏടി നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. നീ എന്തിനാ അവരെ കരയുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്, അങ്ങനെ അല്ല, അമ്മയ്ക്ക് നല്ല വേദനയുണ്ട്, അച്ചമ്മയ്ക്ക് പച്ചില മരുന്നുകൾ വെച്ചിട്ടുള്ള കഷായക്കൂട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, എനിക്ക് പറഞ്ഞതാ, ഞാൻ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഉടനെ അച്ചമ്മ പറയണേ, എൻ്റെ മോളെ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും, അത് സാരമില്ല അച്ചമ്മേ, ഞാൻ ചെയ്തോളാം, അച്ചമ്മ പറയാം. അപ്പോൾ ഉടനെ അച്ചമ്മ പറയണേ, അതിന് ഒത്തിരി ചേരുവകളൊക്കെ വേണം, എത്രയോ ആവട്ടെ, ഇദ്ദേഹത്തെ പറഞ്ഞേച്ച് നമുക്ക് വാങ്ങിക്കാം. ഉടനെ സച്ചി പറയണേ, ഓ പിന്നെ എൻ്റെ പട്ടി പോവും. അപ്പോൾ ഉടനെ
രേവതി പറയണം, അങ്ങനെ ഒന്നും പറയല്ലേ, നിങ്ങളുടെ അമ്മയല്ലേ ആ കിടന്ന് വേദന അനുഭവിക്കുന്നത്. നിനക്ക് ഇത്രയും നേരം കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും ഇനി അവരെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അതൊന്നും സാരമില്ല, എന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് അച്ചമ്മ പറഞ്ഞു തരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വന്നേ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ കലാവതി അമ്മ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കൊടുക്കുകയാണ് പച്ചില മരുന്നുകളുടേത്. അപ്പോൾ സച്ചി പറയുകയാണ്, ഇതിൽ എല്ലാം ഒന്നും പുറത്ത് മേടിക്കാൻ കിട്ടില്ല, ചിലതൊക്കെ പറമ്പിൽ നിന്ന് പൊട്ടിക്കേണ്ടി വരും. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ വീട്ടുവളപ്പിൽ തന്നെ കാണും. ഇതൊക്കെ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്ന് തന്നെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ രേവതി പറയണം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നിങ്ങനെ രേവതി പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മീരയെയും ശ്രുതിയെയുമാണ് പിന്നീട് കാണിക്കുന്നത്. നമ്മുടെ മീര അവിടെ ഉണ്ട്. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ മീര ചോദിക്കുകയാണ്, ശ്രുതി നീ പോവാറായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ഒരു കോള് വരികയാണ്. ശ്രുതി നോക്കുമ്പോഴത്തേക്ക് വിളിക്കുന്നത് മറ്റാരുമല്ല, ദാസാണ് വിളിക്കുന്നത്, മാനേജർ ദാസ്. അപ്പോൾ ശ്രുതി പറയണേ, ഇയാൾക്ക് എന്താ വേറെ പണിയില്ലേ, കുറേ നാളുകൊണ്ട് ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു, ഒന്നേന്ന് തുടങ്ങി, ഇനി അവന് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മാനേജർ ദാസ് പറയണം, ആഹാ ശ്രുതിയെ, സുഖമൊക്കെ തന്നെയല്ലേ നിനക്ക് എന്നിങ്ങനെ ചോദിക്കണം. തനിക്ക് എന്ത് വേണോടോ, തനിക്ക് അന്ന് കിട്ടിയതൊന്നും പോരെ, തന്നോട് അന്നേ പറഞ്ഞതാ ഇനി മേലാൽ എന്നെ വിളിക്കരുതെന്ന്, താനിപ്പോൾ എന്തിനാ വിളിക്കുന്നത് എന്നിങ്ങനെ പറയണം. ആഹാ, നീ ചൂടാവേണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ, എനിക്ക് നിന്നെ പറ്റിയിട്ടുള്ള എല്ലാം അറിയാം. താൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ തനിക്ക് എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ അറിയാമെന്ന്, തനിക്കിപ്പോൾ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മാനേജർ പറയണം, അതേ കല്യാണിയേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഉടനെ ശ്രുതി ഞെട്ടിപ്പോവാണ്. കല്യാണി എന്നുള്ള വിളി കേൾക്കുമ്പോൾ പുള്ളിക്കാരത്തി ആകെ പേടിച്ചു പോവാണ്. കല്യാണിയോ? അതേ, നാട്ടിൻപുറത്ത് കല്യാണി, തിരുവനന്തപുരത്ത് ശ്രുതി. എടി പൊന്നു മോളെ, നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ ഞെട്ടിപ്പോവാണ്. നിങ്ങളെന്താ ഈ പറയുന്നത്, നിങ്ങൾ എങ്ങനെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബബ്ബ അടിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്ത് അയാൾ പറയാണ്, നീ കൂടുതൽ ബബ്ബ അടിക്കുകയൊന്നും വേണ്ട, ദേ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതേ നിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് എന്നിങ്ങനെ പറയണം. നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിലേ നീ വീഡിയോ കോൾ ചെയ്യുക, അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് നിനക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീഡിയോ കോളിൽ വരികയാണ്. അപ്പോൾ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രുതി ആകെ അസ്വസ്ഥയാവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയണം, കണ്ടില്ലേ, ഇത് നിൻ്റെ വീടാണെന്ന് നീ കണ്ടില്ലേ, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഞാൻ നിൻ്റെ വീട്ടിൻ്റെ മുന്നിലുണ്ടെന്ന്. എടി നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാനിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ 18 വയസ്സുള്ള ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കിളവനെ കല്യാണം കഴിച്ച് രോഗം വന്ന് അയാൾ ചത്തു. അയാളിൽ ആദി എന്ന് പറയുന്നൊരു ആൺകുട്ടിയുണ്ട് നിനക്ക്. ഇതൊക്കെ കറക്റ്റല്ലേ? എന്നിട്ട് കല്യാണി എന്നുള്ള പേരും മറച്ചു വെച്ചിട്ട് ഇപ്പോൾ സിറ്റിയിൽ വന്നിട്ട് നീ ശ്രുതി എന്നുള്ള പേരിൽ വിലസുന്നു. പൊന്നു മോളെ, നിന്നെപ്പറ്റി ഇതിൽ കൂടുതൽ എന്താ അറിയേണ്ടത്? ഇനി ഇതിൽ കൂടുതൽ വല്ല തെളിവും വേണോ നിനക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെ അസ്വസ്ഥമാവുകയാണ്. ശ്രുതി പറയണം, അയ്യോ നിങ്ങൾ ഇതൊന്നും ആരോടും പറയരുത്, എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വിവാഹത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്നത്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, ഞാനായിട്ട് നശിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം, ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങളോട് ചെയ്യാം, നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിക്കാതിരുന്നാൽ മതി. അങ്ങനെ വരട്ടെ, നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാത്തിരുന്നതൊക്കെ. എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് നിനക്കറിയാമല്ലോ. അപ്പോഴേ നീ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വരണം. നിൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരേ ഒരു തവണ മാത്രം വന്നാൽ മതി, പിന്നെ ഞാൻ നിന്നെ വിളിക്കേയില്ല. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, ആഗ്രഹം മാത്രമല്ല ഇതെൻ്റെ ഒരു വാശി കൂടിയാണ്. അപ്പോഴേ ഉടനെ ശ്രുതി ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മീര ഫോണിൽ മീരയും കൂടി ഇങ്ങനെ പിടിച്ച് മേടിക്കുകയാണ് ഫോണ്. എന്നിട്ട് മീര പറയണേ, എന്താടോ താൻ എന്താ ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ, താൻ ആരാണെന്നാണോ തൻ്റെ വിചാരം, താൻ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ സംസാരിച്ചത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അയാൾ പറയണേ, അതിന് ശ്രുതിയുടെ ഫ്രണ്ടായ നീ വലിയ വായിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്നോടല്ലല്ലോ മോളെ വരാൻ പറഞ്ഞത്, ഞാൻ അവളോടല്ലേ പറഞ്ഞത്, അതിന് നീ ഇത്രയ്ക്ക് ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണേ, മീരെ മിണ്ടാതിരിക്കും മീരെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം ശ്രുതി പറയണേ, എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് പറയാനുള്ളതോ, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നീ ഇന്ന് ഹോട്ടൽ ഗ്രീൻലാൻഡിൽ വരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി ആകെ വിഷമിക്കുകയാണ്. ശ്രുതി പറയുകയാണ്, ഞാനോ? പിന്നെ നീ അല്ലാതെ,
ഇപ്പം തന്നെ നിൻ്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളോടും ആ വീട്ടുകാരോടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ വരണം 5 മണിക്ക്, ഇന്ന് വൈകിട്ട് 5 മണിക്ക്. പിന്നെ ആ ഹോട്ടലിൽ എനിക്കൊരു റൂം ഉള്ളതാ, ഞാൻ വല്ലപ്പോഴും ഒക്കെ അവിടെ പോവാറുണ്ട്. അതുപോലെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ ഇന്ന് തന്നെ വരണം. വന്നാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിൻ്റെ വിവാഹം നടക്കൂല, ഒന്നും നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, വെറുതെ നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്, ഞാൻ വരാം, ഞാൻ എന്ത് വേണേലും ചെയ്യാം, ഞാൻ വരാം എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര ചോദിക്കണം, എന്താടി നീ ഈ പറഞ്ഞത്? ശ്രുതി, നീ എന്താ അയാളോട് പറഞ്ഞത്? നീ ചെല്ലാന്നോ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഛേ, എന്ത് അനാവശ്യമാണ് നീ പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അപ്പോൾ മീരയോട് ശ്രുതി പറയണ, മീരെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കടി എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം പിന്നീടും കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയൊക്കെയാണ് കാണിക്കുന്നത്. ചന്ദ്രമതി ഇങ്ങനെ ഒരിടത്ത് ഇരുത്തിയിരിക്കുകയാണ്, ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി കഷായമൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പറയണം, അമ്മേതാ ഈ കഷായം കുടിക്കമ്മേ, അമ്മയുടെ വേദനയൊക്കെ ഇപ്പോൾ പോവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, കഷായോ? ഞാനോ? ഞാൻ കഷായമൊന്നും കുടിക്കില്ല, കൊണ്ടുപോടി ഇതിൻ്റെ കഷായം. എനിക്കറിയാം നീ എന്നെ ഇവിടെ തളർത്തി കിടത്താൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ സെറ്റാക്കി കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രേവതി പറയണം, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഈ പച്ചില മരുന്ന് എവിടെയൊക്കെ പോയാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാമോ? അമ്മ ഈ കഷായം ഒന്ന് കുടിക്കേ. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോയി കുടിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് സച്ചി പറയണം, കേട്ടില്ലേ, ഇവർക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും ഇവരിങ്ങനെ പറയുള്ളൂ, എനിക്ക് കഷായം വേണ്ട, നീ നിൻ്റെ കെട്ടിയോളും കൂടെ എന്നെ കിടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ. അങ്ങനെ ഞാൻ കിടന്നു പോയാലേ എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങും. അതല്ലേ നിങ്ങൾക്ക് രണ്ടിനും വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് കളിയും കളിക്കുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ രേവതി ഇങ്ങനെ ഈ കഷായം കൊണ്ടുവരുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുകയാണ്, എന്താടി അത്, എന്താ അത്? അപ്പോൾ ഉടനെ രേവതി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ പറയണം, കൊണ്ടുപോ, എൻ്റെ അമ്മയ്ക്ക് ആവശ്യമില്ലാത്തതൊന്നും നീ കൊണ്ട് കൊടുക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ വായിൽ നാക്കിട്ട് നീ മിണ്ടാണ്ടിരുന്നോളാം, നീ ആരെടാ അവളോട് കൽപ്പിക്കാൻ, പോടാ പോയി പണി നോക്കടാ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ വേണ്ടാന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ സച്ചി പറയുകയാണ്, എന്തായാലും ഇവർക്ക് വേണ്ടാന്ന് കരുതിയിട്ട് ഇത് കൊണ്ട് കളയാനൊന്നും പറ്റില്ലല്ലോ, അത്ര കഷ്ടപ്പെട്ട് ഇവളെ ഉണ്ടാക്കിയതാണ്. ഇതിനുള്ള മരുന്നുകളൊക്കെ തേടാൻ വേണ്ടിയിട്ട് ഞാനും കുറേ അലഞ്ഞതാ, അതുകൊണ്ടേ ഇതങ്ങനെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യ് അച്ഛാ, ഇവരെ പിടിക്ക്, നമുക്കിത് ബലമായിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പിടിക്കുകയാണ്, സച്ചി കുത്തി പിടിക്കുകയാണ് കൈക്കും കാലിനും. രവീന്ദ്രനെ പിടിക്കുകയാണ്, രേവതി വായിലോട്ടൊഴിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കയ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അത് അങ്ങ് വിഴുങ്ങിയാണ്, എല്ലാം വിഴുങ്ങി അവസാനം നമ്മുടെ ലാസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ വായിലിങ്ങനെ പൊത്തി പിടിച്ച് വെക്കുകയാണ്. എന്നിട്ട് പറയണം, തുപ്പരുത് ചന്ദ്രനെ, തുപ്പരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചന്ദ്രമതി എല്ലാം കുടിച്ച് കഴിയുമ്പോൾ സച്ചി പറയണം, ഹോ ആശ്വാസമായി, ഇനി കല്യാണം ഒന്നും ഇവർ പറയില്ല. കല്യാണമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഇവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, ഇവർ തളർന്നു പോകും, അതിനുള്ള മരുന്നുകളാണ് അതിനകത്ത് ഇട്ടിരുന്നത് എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, എന്ത് കല്യാണം നടക്കാതിരിക്കാൻ അതിനകത്ത് മരുന്നുകൾ ഇട്ടെന്നോ? അപ്പോഴേ എനിക്കറിയാം ഈ മഹാഭാപി അങ്ങനത്തെ മരുന്നുകളാണ് എനിക്ക് തരത്തുള്ളെന്ന്. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, നീ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയണം, പോടാ ഇറക്കാ എന്ന് പറയുന്നത്. സച്ചിൻ പാടാർക്ക എന്ന് പറയണം. നീ ഇനി കൂടുതൽ വലിയ ആളാവാൻ വന്നാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്നിങ്ങനെ പറയുക സച്ചി. അങ്ങനെ അപ്പം തന്നെ ശ്രുതി മാറി നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സച്ചി പറയണേ, നിങ്ങളുടെ കാര്യം ഇനി പോക്ക, എന്തായാലും ഇത്രയും വീര്യമുള്ള സാധനമാണ് നിങ്ങളുടെ അകത്ത് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കലാവതി അമ്മ പറയണേ, എൻ്റെ ചന്ദ്രേ, അവൻ പറയുന്ന പൊട്ടത്തരം കേട്ടിട്ട് നീ കരയാതിരിക്കേ, ഇത് നല്ല ഒരു കുഴപ്പമില്ല, നല്ല പച്ചില മരുന്ന് ചേർന്ന മരുന്നാണ്, നിൻ്റെ വേദനയ്ക്ക് നല്ല ശമനം കിട്ടും. എത്ര കഷ്ടപ്പെട്ട മോളത് ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ? സച്ചി എവിടെ പോയാൽ ഈ മരുന്നുകൾ പറിച്ചുകൊണ്ട് വന്നതെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ രേവതിയും സച്ചി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ, ഇപ്പം നിനക്കൊരു കാര്യം മനസ്സിലായോ? നിൻ്റെ മൂത്ത മോനല്ലേ നിൻ്റെ എല്ലാം. നിനക്കൊരാപത്ത് വന്നപ്പോൾ അവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ എരന്ന് പോയി വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു, നിനക്ക് ആരുടെ ആശ്രയമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നീ വേദന എടുത്ത് പിടഞ്ഞപ്പോൾ എവിടെയൊക്കെയോ പോയി പച്ചില മരുന്നും അങ്ങാടി മരുന്നുകളെല്ലാം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് അവനും അവൻ്റെ കെട്ടിയോളും കൂടി ചേർന്നിട്ട് നിനക്ക് കഷായം ഉണ്ടാക്കി തന്നു. എന്തിന്?
എന്തിനാ നീ വേദന എടുത്ത് കരയാതിരിക്കാൻ? അതാടി സച്ചിയും പിന്നെ സുധിയും തമ്മിലുള്ള വ്യത്യാസം. അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ രവീന്ദ്രൻ പോവുകയാണ്. പിന്നീട് അതുപോലെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സങ്കടത്തിലാണ് നമ്മുടെ ശ്രുതി. എന്ത് ചെയ്യണം എന്നറിയാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മീര സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് മീര പറയുന്നുണ്ട്, നീ എന്തായാലും ചെല്ലാന്ന് പറഞ്ഞത് ശരിയായില്ല, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, ഇനി അവിടെ ഉള്ളവർ വല്ലതും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആകെ കൺഫ്യൂഷനിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതോടുകൂടി ഇന്നത്തെ ചെമ്പനീർ പൂവ് എന്ന എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം. അതുമാത്രമല്ല ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്താ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും രാത്രി പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും